400 വർഷങ്ങളോളം മുസ്ലിമീങ്ങൾ ആരാധിച്ചിരുന്ന മനോഹരമായ പള്ളിയാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ്. ആ ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങൾ തച്ചു തകർത്തു എന്ന് മാത്രമല്ല, അതിന്റെ സ്ഥലം മുസ്ലിമീങ്ങൾക്കല്ലാത്തവ ഹൈന്ദവർക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റി എഴുതി പ്രത്യേകമായ ഒരു ട്രസ്റ്റിനെ കൈമാറി അവസാനം അതേ സ്ഥലത്ത് തന്നെ രാമന് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം സമുദ്ഘാടന കർമ്മം നമ്മുടെ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോയാണ്. 22-ാം തീയതി പോവാണ്. മനസ്സിലാക്കണം. എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത്? രാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതയ്ക്ക് അദ്ദേഹം കൂട്ടു നിൽക്കില്ല. കാരണം അദ്ദേഹം ഇത്തരത്തിലുള്ളതാകുന്ന അനീതിക്ക് ഒരിക്കലും കൂട്ടു നിൽക്കുന്ന വ്യക്തിയല്ല. ഒരു വിഭാഗത്തിന്റെ ദേവാലയം തച്ചു തകർത്തിട്ട് ആ ദേവാലയം നിന്നതാകുന്ന സ്ഥലത്ത് മറ്റൊരു വ്യക്തികൾക്ക് വേണ്ടി, മറ്റൊരു മതത്തിന്റെ അനുയായികൾക്ക് വേണ്ടി ദേവാലയം പണിയുമോ? എത്ര അനീതിയാണ്, എത്ര കാടത്തമാണ് യഥാർത്ഥത്തിൽ. ചിന്തിച്ചു നോക്ക്. മുസ്ലിമീങ്ങളുടേതാകുന്ന ക്ഷമ എത്രത്തോളം വലുതാണ് ഈ വിഷയത്തിൽ. പള്ളി തകർക്കപ്പെട്ടു, ക്ഷമിച്ചു. ആ പള്ളി തകർക്കപ്പെട്ടതാകുന്ന ആളുകളെ പിടികൂടി അവരെ വെറുതെ വിടുന്നു. അതേ നിന്നതാകുന്ന സ്ഥലത്ത് തന്നെ അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല, അത് ഹിന്ദുക്കളുടേതാണെന്ന് പറഞ്ഞ് പ്രത്യേകമായി ട്രസ്റ്റിന് വേണ്ടി കൈമാറുന്നു. അപ്പോഴും മുസ്ലിമീങ്ങൾ ക്ഷമിച്ചു. ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഒന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇപ്പൊ അതേ സ്ഥാനത്ത് തന്നെ രാമന്റെ പേരിൽ ഒരു ക്ഷേത്രം ഒന്ന് പണിയാണെന്ന് ആലോചിച്ചു നോക്കൻ. രാമന്റെ പേരിൽ ആരാധന നടത്തലോ അല്ലെങ്കിൽ രാമന്റെ പേരിൽ ക്ഷേത്രം നടത്തലോ ഒന്നും അല്ല പ്രശ്നം. ഈ നാട്ടിലെ നല്ലവരായ ഹൈന്ദവരാകുന്ന സഹോദരങ്ങളും ക്രൈസ്തവരാകുന്ന സഹോദരങ്ങളും ബുദ്ധിയും ബോധവുമുള്ള, വിവേകമുള്ള, തന്റേടമുള്ള, പക്വതയുള്ള എല്ലാ മനുഷ്യരും ഒന്നടങ്കം പറയുന്നു, ഈ ചെയ്തത് തെറ്റായി പോയി. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല, അനീതിയാണ്. എല്ലാവരും പറയുന്നുണ്ട് അല്ലേ? എത്രയോ രാഷ്ട്രീയ പ്രമുഖർ ആ വിഷയത്തിൽ തന്നെ അവരുടേതാകുന്ന നിരീക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ചെയ്യുന്നത് വളരെ മോശമായി പോയി, ചെയ്യുന്നത് വളരെ തെറ്റായി പോയി. ഏത് മതത്തിന്റെ എന്നല്ല, ഒരു മതത്തിന്റെ ദേവാലയം അത് നിന്നിരുന്ന സ്ഥലത്തും തച്ചുടച്ചു, അതിന്റെ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പിന്നീട് ഒരു ക്ഷേത്രം കൂടി നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. കാരണം എന്തുകൊണ്ട്? ആ പള്ളി എന്ന് പറയുന്നത് വഖഫ് സ്വത്താണ്. അവിടെ മറ്റൊന്നും വരാൻ പാടില്ല. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഖുർആനാണ്. പള്ളി അല്ലാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഈ ലോകത്ത് എവിടെ ഏത് പള്ളി വെച്ചാലും, അത് ഖദർ പള്ളിയാകട്ടെ, തെക്കേ പള്ളിയാകട്ടെ, ബദർ മസ്ജിദാകട്ടെ, കരുനാഗപ്പള്ളി ശൈഖ് പള്ളിയാകട്ടെ, പുത്തൻതെരുവ് മസ്ജിദാകട്ടെ, ചിറ്റുമൂല പള്ളിയാകട്ടെ, വട്ടപറമ്പ് പള്ളിയാകട്ടെ, തൊടിയൂര് പള്ളിയാകട്ടെ, മസ്ജിദുൽ അഖ്സയാകട്ടെ, കഅബാലയമാകട്ടെ, ലോകത്ത് എവിടെ ആര് പള്ളി പണിതാലും അല്ലാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടു. അതിന്റെ ഉടമസ്ഥത മനുഷ്യരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ അല്ലാഹി അഹദാ. അല്ലാഹുവിനുള്ളതാണ് പള്ളി. അവിടെ മറ്റൊരാളെ കുറിച്ചുള്ള വിളിച്ചുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ അനുവദനീയമല്ല, പാടില്ല. ഏകദൈവവിശ്വാസത്തിന് എതിരാണ്. അതുകൊണ്ടാണ് അത് ചെയ്യരുതേ, അത് അഹിംസയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അധർമ്മമാണെന്ന് പറയാൻ കാരണം. അല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ ജനാധിപത്യ രാജ്യമാണ്. ഓരോരുത്തർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. അത് ജനങ്ങൾക്ക് പ്രബോധനം നടത്താം, ദഅവത്ത് നടത്താം, എല്ലാം സ്വീകാര്യമായാണ്. മതേതര രാജ്യമാണ്. അങ്ങനത്തെ ഒരു മതേതര രാജ്യത്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണത ചെയ്തത് വളരെ ലജ്ജാകരമായി പോയി എന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. തീർത്തും ലജ്ജാകരമാണ്. മുസൽമാനെ ഈ സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് നിലകൊള്ളേണ്ടത്? നമ്മൾ ഇപ്പോഴും ക്ഷമിക്കുന്നു, സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. നമ്മുടേതാകുന്ന ജീവിതത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഏത് കൊണ്ട് 5 വഖത്തെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് മുടങ്ങുമ്പോ നമ്മൾ ഇന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ കയറാത്തവനായി മാറി. നമ്മൾ ഇന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നില്ല. ഇപ്പോഴും ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുടയ്ക്കപ്പെട്ടതുപോലെ ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന പല പള്ളികളും ഇന്നും ഭീഷണിയിലാണ്. പല പള്ളികളും തകർക്കപ്പെടാനുള്ളതാകുന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസൽമാനാകുന്ന സഹോദര സഹോദരിമാർ ഉറക്കം നടിക്കുകയാണ്. ഉറക്കം നടിക്കുകയാണ്. നമ്മളെന്താ ചെയ്യേണ്ടത്? 5 വഖത്ത് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷന്മാർ പള്ളിയിലേക്ക് പോകണം. സ്ത്രീകൾ ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. കാരണം നമ്മുടെ മേൽ കടമയും കർത്തവ്യവും അത് തന്നെയാണ്.
ഇതൊരു നിസ്സാരമായി കാണരുതേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റപ്പെടാതിരിക്കാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ പരിപൂർണമായി തലകുനിക്കൽ നിർബന്ധമാണ്. 5 വഖത്ത് നിസ്കാരം ഉറപ്പോടെ നമ്മൾ നിർവഹിക്കണം. അതും ഈ റജബ് മാസത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം റജബ് 27 രാവിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിസ്കാരം നമ്മുടെ കൈകളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നൽകിയത്. ആണോ അല്ലയോ? ഇസ്രാ മിഅ്റാജ് നടന്ന പരിശുദ്ധമായ റജബ്, ഈ റജബ് 27 രാവിനാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം എന്ന മഹനീയമായ കർമ്മം പ്രവാചകരുടെ തൃക്കരമേൽപ്പിച്ച് നമ്മൾ ഇങ്ങോട്ട് വിട്ടത്. ആ നിസ്കാരത്തെ വെറുക്കാൻ പാടില്ല. നമ്മൾ നിസ്കാരത്തെ വെറുത്തു. മുസ്ലിമീങ്ങൾ ശൈഥില്യപ്പെടാൻ കാരണം നിസ്കാരത്തിലുള്ളതാകുന്ന അനൈക്യമാണ്. ജുമുഅ ജമാഅത്തുകളെ നിസ്സാരവൽക്കരിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇന്ന് ജുമുഅ ജമാഅത്തുകളെ ശ്രദ്ധിക്കാത്തവരായി മാറി. 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോൾ പുറകോട്ട് പോവാൻ നിസ്കരിക്കാൻ നമ്മൾ തയ്യാറല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അൽഹംദുലില്ലാഹ്. അതിന് അധികം ഇരിക്കാൻ പറ്റൂലല്ലോ. ആരോഗ്യപരമായി പ്രശ്നമുള്ളവരാണ്. അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ, സെഹത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സിൽ വന്നതും ഇരുന്നതും ഒക്കെ നമ്മളോടൊക്കെ ഉള്ളൊരു മഹബത്ത് കൊണ്ടും ഈ നാടിനോടുള്ള കൂറും താല്പര്യം കൊണ്ടാണ് ഇത്രയും അധികം ഈ സമയത്ത് ഈ സ്ഥലത്ത് ചെലവഴിച്ചത്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. സമദ് ഉണ്ടെങ്കിൽ ഇത്രയും പേര് വരും. അബ്ദുൽ സമദ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് കൂടി ഇരുന്നൂടെ? ഇരിക്കൂലേ? സുലൈമാനിക്ക് ഒരു ക്ഷീണമല്ലോ. ചായ വേണോ? കട്ടൻ ചായ? 1 മണിക്കൂർ ചോദിക്കാൻ പോയി വിട്ടു. അള്ളാഹു ബർക്കത്ത് ശരിയാട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് കൂടെ എല്ലാവരെയും ശ്രദ്ധിച്ചോളി. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബ് മാസമാണ്. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഈ റജബ് മാസത്തിൻ്റെതാകുന്ന അവസാന വാരത്തിലാണ്, റജബ് 27 രാവിലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുഹളറത്തിലേക്ക് കൊണ്ടുപോയി നിസ്കാരം എന്ന മഹനീയമായ കർമ്മത്തെ പ്രവാചകന്റെ തൃക്കരം നൽകി ആ സമ്മാനം നൽകിയിട്ട് നമ്മളിലേക്ക് തിരിച്ചുവിട്ടത്. അത് ഈ പരിശുദ്ധമായ മാസമാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിസ്കാരത്തിൽ വന്ന അപാകതകൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. സഹോദരിമാർ ശ്രദ്ധിക്കാൻ, നിസ്കാരത്തിൽ വന്നതാകുന്ന പോരായ്മകളെ ശ്രദ്ധിച്ച് പരിഹരിക്കേണ്ട ഒരു സമയം. കഴിഞ്ഞ ഒരു വർഷം മുതലൊക്കെ ഇതുവരെ ഏതെല്ലാം നമസ്കാരങ്ങൾ ഖളായിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധീകരിച്ച് റമളാനിന് മുമ്പ് ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു സമയം കൂടിയാണ്. റജബ് എന്ന വാക്ക് തർജീബ് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. അതിന്റെ മൂലപദം തർജീബ് എന്നാണ്. തർജീബിന് തഅലീം, ബഹുവചനം, ബഹുമാനം എന്നർത്ഥമുള്ളതുപോലെ തന്നെ മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഒരുങ്ങി തയ്യാറാവുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരുങ്ങി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. എങ്ങനെ? നിസ്കാരം കറക്റ്റാക്കുക, കഴിഞ്ഞ റമളാനിൽ വിട്ടുപോയിട്ടുള്ളതാകുന്ന നോമ്പുകളൊക്കെ ഈ റമളാനിന് മുമ്പായിട്ട് പിടിച്ചു വീട്ടുക. ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടത്തിലൊക്കെ ചില നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാവും, അതൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കുക. നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാകും, നിസ്കാരമല്ല നോമ്പ് പോയിട്ടുണ്ടാവും. അശുദ്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ പിടിക്കാൻ പറ്റാതായിട്ടുള്ള നോമ്പുകൾ ഉണ്ടാവും. റമളാനിലെ നിർബന്ധമായ നോമ്പ്, അതൊക്കെ നിർബന്ധമായും എത്രയും പെട്ടെന്ന് പിടിച്ചു വിട്ടുക. 6 നോമ്പ് 7 നോമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷമുള്ളതാകുന്ന നോമ്പുകൾ തന്നെ പലപ്പോഴും പല സഹോദരിമാർക്ക് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുണ്ട്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി. എന്നാൽ ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന്, ഇന്ന് ളുഹറിന് ശേഷം കുളിച്ചു, ഉദാഹരണം പറയാൻ, ഒരു സഹോദരി കുളിച്ച് റെഡിയായി, അശുദ്ധിയുടെ ഘട്ടാൻ, സാധാരണ ഇതിലുള്ള കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല, അസറിന് മുമ്പായിട്ട് എന്തായി? അശുദ്ധി മാറി ശുദ്ധിയായിട്ടുണ്ട്. ഇനി ഒരു കുളി കൂടെ കുളിക്കാൻ പറ്റൂല. ഇപ്പൊ ശബറിന്റെ അടി അരമണിക്കൂർ നിന്നിട്ട് വന്നയാ. ഇനിയിപ്പോ നാളെ നോക്കാം.
പറ്റൂല. ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യണം? നിസ്കരിക്കൽ നിർബന്ധമാണ്. തൊട്ടു മുമ്പുള്ള നിസ്കാരം കൂടി മടക്കണമെന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. അഥവാ ളുഹർ കൂടി മടക്കൽ നിർബന്ധമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അസറിന് മുമ്പ് ശുദ്ധിയായതാണ്. അസർ നിസ്കരിക്കാനുള്ള ഒരു സമയം കൂടി അവക്കുണ്ട് എങ്കിൽ എന്തുകൂടി നിസ്കരിക്കണം? ളുഹർ കൂടി ഖളാ വീട്ടി നിസ്കരിക്കണം. അതാണ് പ്രബലമായ അഭിപ്രായം. നമ്മളിൽ എത്ര സഹോദരിമാരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെന്താ നിസ്കരിക്കുക? ഇനിയിപ്പോ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഏതാ അസർ ബാങ്ക് വിളിച്ചു, എന്നാൽ പിന്നെ അസർ നിസ്കരിക്കുക. അങ്ങനെയല്ല, ശുദ്ധിയായ ഘട്ടത്തിലുള്ളതാകുന്ന ആ വഖത്തുകൂടി പരിഗണിക്കണമെന്നാണ്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചെറുക്കുമാറാവട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം. സഹോദരിമാരതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം റിസ്ഖ് നൽകാം, നിങ്ങൾ 5 വഖത്ത് നിസ്കാരം ഉറപ്പുപോലെ നിർവഹിച്ചാൽ മതി. അള്ളാഹ് പറയാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം കുഴിമന്തി മാത്രമല്ല. പിന്നെന്താ? തഴവായിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ളത് അല്ലേ? നമ്മളിങ്ങനെ തെക്ക് വടക്ക് ഇവിടുന്ന് പടിഞ്ഞാറെ ഒന്ന് കിഴക്ക് വരെ ഒന്ന് എണ്ണിയാൽ 10-30 ഹോട്ടലുണ്ട് അല്ലേ? ശരിയല്ലേ? ആണ്. ചെറിയ ചെറിയ കടകളായിട്ട് ഇഷ്ടം പോലെ 10-25 കടകൾ എന്തായാലും ഉണ്ടാവും. അത് ഇന്നല്ല, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. പണ്ട് ഞാനിവിടെ 8, 9, 10 3 വർഷമാണ് ഇവിടെ ഓതിപ്പടിച്ചത്. ഉപ്പാടടുത്ത് ബഹുമാന്യനായ എൻ്റെ സാരി ഉസ്താദിന്റെ അടുത്ത്. അള്ളാഹു ഒരു കാഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. നമ്മുടെ തഴവ കുറ്റിപ്പുറം പള്ളിയിൽ. അപ്പൊ അന്നിങ്ങനെ സൈക്കിള് ഇങ്ങനെ ചീറിപ്പായുന്നവരോടാണ്. അതുകൊണ്ട് എല്ലാവരും അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം അറിയാം. അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയും ഇതൊക്കെ ഇതിന് തന്നെയല്ലേ മൊത്തം. ഈ ഭാഗത്തൂടെയാണ് സ്ഥിരമായ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കസൂറുമൊക്കും ഈ വഴി കൂടെ ഒക്കെ പോകാത്ത ഏത് സൈക്കിളാണ് ഉള്ളത്? അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഈ വഴിയെല്ലാം അറിയാം. 3 വർഷം ഇവിടെ തന്നെയായിരുന്നു. 8, 9, 10 10ാം ക്ലാസ്സൊക്കെ ആണല്ലോ മെയിൻ. അതെല്ലാം തഴവ സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് നാട്ടുകാരറിയാം. എൻ്റെ ടീനേജിലുള്ളതാകുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും. എല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെയാണ്. അള്ളാഹു ബന്ധം നിലനിർത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പരിസരങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളും അറിയാം. നമ്മളിങ്ങനെ ഓരോ ഹോട്ടലിൽ പോകുമല്ലോ, ഏത് ഹോട്ടലിൽ നിന്നും കഴിക്കുക ഒക്കെ ഫ്രീ ആണ്. അങ്ങനത്തെ അഹിലുകാരാണ്. അന്നും എന്നും അങ്ങനെ തന്നെയാണ്. അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ആ ബന്ധങ്ങൾ അള്ളാഹു നിലനിർത്തട്ടെ. അപ്പൊ ഒരുപാട് ഹോട്ടലുകളാണ്, ഇഷ്ടം പോലെ, ധാരാളം ഹോട്ടലുകൾ. അള്ളാഹുർക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാ കച്ചവടക്കാർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഒരു കാര്യം അറിയാം, റിസ്ക് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല. വീട്, വാഹനം, ഭക്ഷണം എല്ലാം. ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ അവന്റെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് റിസ്ക് എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, റിസ്ക് നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിങ്ങൾ മുറപോലെ നിർവഹിക്കും. നമുക്ക് നിങ്ങളുടെ ആയത്ത് ഓതിത്തരാം. ശരിക്കും ശ്രദ്ധിക്കണേ. സൂറത്തു ത്വാഹ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ഒന്ന് കയ്യുയർത്തിക്ക് എല്ലാവരും. വലത്തേക്ക് നോക്കട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ക്ഷീണം ഉണ്ടോ? ഇല്ല. ഹാജിയാർ കൊണ്ടതൊന്നും എഴുന്നേക്കുന്നില്ല. നമ്മുടെ അലുവ അല്ലേ അത്? അതെ. പറഞ്ഞ പണ്ട് മുമ്പറ വരെ പോയി രാത്രി പോയി അലുവ ഇന്നലെ വരുവാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശ്രദ്ധിക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. മൂപ്പർക്ക് മുമ്പ് അലുവാടെ പരിപാടി ഇപ്പൊ ഉണ്ടെന്ന് അറിയില്ല. ഇല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് പായിക്കണ്ട. ദുനിയാവിൽ അല്ലാഹു അമ്പരചുംബികളായ മണിമേടകൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ?
നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ അങ്ങനെ ധനികരായ ആളുകളുണ്ട്. നല്ല വീട്, സമ്പാദ്യം, വാഹനം ഒക്കെ അള്ളാഹു കൊടുത്തു, വാരിക്കൊരു കൊടുത്തു. അവനേക്കാൾ കിട്ടൽ ഒരു പക്ഷേ നമുക്കായിരിക്കാം ഏറ്റവും ബന്ധപ്പെട്ടത്. പക്ഷെ എന്തോ പടച്ചറമ്പ് അവന് കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടാവൂല, പക്ഷെ ആള് ഭയങ്കര സമ്പന്നനായി. അള്ളാഹു കൊടുക്കുന്നതാണ് അങ്ങനെ. ചില ആളുകൾ അങ്ങനെ. അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് നിന്റെ കണ്ണ് അവരിലേക്ക് നീട്ടണ്ട. അതിന്റെ അർത്ഥം എന്താ? നീ ദുനിയാവിന്റെ പുറകെ പോകണ്ട. ഖുർആൻ പറയാൻ എന്തിനാണ് അള്ളാഹു അത് അവർക്ക് കൊടുത്തത്? അവർക്ക് അള്ളാഹു അത് നൽകിയത് പരീക്ഷണമാണ്. സമ്പത്ത് അവർക്ക് അധികരിക്കുന്നത് ആഖിറത്തിൽ വലിയ പരീക്ഷണമാണ്. അവർക്ക് ആഖിറത്തിൽ അതുകൊണ്ട് തീരാ പണക്കാരായ ആളുകൾക്ക് അദാബ് കൂടും. മനസ്സിലാക്കണം. നമ്മൾ പണം കിട്ടണേ എന്ന് ഒരിക്കലും ദ്വാരക്കരുത്. എന്താ കാരണം? ദാ ഒരു ഹദീസ് ഇടയിലൊന്ന് ഓതുകയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങൾ, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുമത്രേ. പണക്കാരായ ആളുകളെ വിചാരണ ഇടുന്നതിന് മുമ്പ് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണക്കാരായ ആളുകൾക്കല്ല ആദ്യം ഹിസാബ്. ആദ്യം മഹ്ശറിൽ ഹിസാബ് ആരുടെയാണ്? പാവപ്പെട്ടവന്റെ. അതുപോലെ പണക്കാരെന്ത് ചെയ്യണം? ഒന്നുമില്ല, വെയിൽ കൊണ്ട് അങ്ങനെ നിൽക്കലേനോ, വേറെ പണിയൊന്നുമില്ല. കത്തിച്ചൊരിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീത് എങ്ങനെ നിൽക്കാൻ? കത്തിയാളുന്ന നരകം 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിർത്തിയിരിക്കുന്നു. അവിടെ ഇരുന്ന് ഉരുകി തീരുക. പാവപ്പെട്ടവരെ വിളിക്കും, വാ വരെ അങ്ങോട്ട് മാറിക്ക്, നീ മാറിക്ക്. പാവപ്പെട്ടവരെ മാത്രമാണ് വിളിക്കുക. ഹദീസാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബലൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ പണക്കാരാകുന്ന ആളുകൾക്ക് അര ദിവസം മുമ്പ് സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലെങ്കിൽ അദാബാണ്. അര ദിവസമല്ലേ ഉസ്താദെ? ദിവസമൊക്കെ പെട്ടെന്ന് പോകും. ഞങ്ങളിവിടെ മൊബൈലിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ നോക്കി സമയം കളയുന്നത് തന്നെ. ഒരു ദിവസത്തെ നോമ്പൊക്കെ എത്ര ദിവസം? ഒരു വിഷയമല്ല. അര ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അര ദിവസം അല്ല, മഹ്ശറയിൽ. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമാണ്. في يوم كان مقداره 50,000 سنة. തഴവായിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ, ഒരുമിച്ച് ഓടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ചിന്തിക്കണേ. ദുനിയായിലെ 50,000 കൊല്ലമാണ്. നാളെ മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുമ്പോ അവിടുത്തെ അര ദിവസം എന്ന് പറയുന്നത് 25,000 വർഷമാ. ദുനിയാവിലെ 25,000 കൊല്ലമാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്ര നാളാ ഇവിടെ ജീവിച്ചത്? 25, 30, 40, 50, 60, 70, മാക്സിമം 100 വർഷം ജീവിച്ചതിന്റെ ഹിസാബിടാൻ പണക്കാരനായ വ്യക്തി പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടക്കുന്നവരെ കാത്തു നിൽക്കണം. അര ദിവസം സമയമെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഥവാ 25,000 വർഷം ദുനിയാവിൽ എടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മഹ്ശറിൽ നിൽക്കണം, ചെറിയ കാര്യമല്ല. മഹ്ശറ എന്ന് പറഞ്ഞാൽ 50,000 വർഷമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അതുകൊണ്ട് വേഗം പോകണോ, അവിടെ നിൽക്കണോ, എന്താ വേണ്ട, വേഗം ഹിസാബ് ഇടണം. അതുകൊണ്ട് എന്ത് ദ്വാരുന്നോണം, പാവപ്പെട്ടവനാക്കണേന്ന് കരുതണം. 3 കാറ്റഗറിയാ ഉള്ളത്. ഒന്ന് ഫക്കീർ, മറ്റൊന്ന് മിസ്കീന്, മൂന്നാമത്തത് ഗനീ. ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ എപ്പോഴും യാചിച്ചുകൊണ്ട് നിൽക്കുക. ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാം. അതാണ് ഫക്കീർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത ഒരു കൂട്ടരാത്. വിശ്വനാഥിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ എപ്പോഴും അതിനെ തൊട്ട് കാവൽ തേടുകയാണ് ഉണ്ടായത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഫാഖാ. അല്ലാഹുവേ, ദാരിദ്ര്യത്തെ തൊട്ട്, ഇല്ലായ്മയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എപ്പോഴും ദ്വാരക്ക് തവാഫ് ചെയ്യുന്ന വേളയിൽ വരെ ആ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഫാഖാ. ഇല്ലായ്മത്തരവും ദാരിദ്ര്യവും വലിയ വിഷയമാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കൊണ്ടുപോയി വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വരെ കാരണമായി തീരുമെന്ന്. വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അരിയില്ല, പട്ടിണിയാണ്, മുഴുപ്പട്ടിണി. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. അന്നുള്ള കാര്യം അടുത്ത വക്കത്ത് പോലും കഴിയാനില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്, തുണി അഴിക്കുകയാണ്, വ്യഭിചരിക്കാൻ ഇറങ്ങിത്തിരിക്കും. അള്ളാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകളാണ് മതം മാറി ചവിട്ടുന്ന ആളുകൾ. കണ്ടിട്ടില്ലേ ചില ആളുകളെ ഒറ്റച്ചാട്ടാൻ. കാരണം എന്താ, ഈ മതത്തിൽ നിന്നിട്ട് കാര്യമില്ല, വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ വീട് വെച്ചേരും, കാറ് വെച്ചേരും, പെണ്ണും കിട്ടും, അങ്ങോട്ട് പോകും. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. രണ്ടാമത്തതാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ദരിദ്രനല്ല, പാവപ്പെട്ടവൻ. അത് നല്ല കാറ്റഗറിയാണ്. അതാണ് നമുക്കൊക്കെ വേണ്ട കാറ്റഗറി എന്ന് പറഞ്ഞാൽ അല്പാൽപ്പം കാര്യങ്ങൾ നടന്നു പോകും. ഇപ്പൊ ഇന്നത്തെ ചുറ്റുപാട്, ഇന്നത്തെ എന്താ വല്ലതും കഴിച്ചിട്ടുണ്ട്, നാളെ എന്താ അല്ലാഹുവായാലും. നാളത്തെ കാര്യം വലിയ നീക്കുപോക്കൊന്നും ഇല്ലാത്ത ആളാ, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. അതാണ് മിസ്കീന്. ഖുർആനിൽ ഈ മിസ്കീന് കൊടുക്കുന്നതിനെയാണ് വല്ലാതെ പ്രേരിപ്പിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. മുഅല്ലിമീങ്ങളിലുണ്ട്, മുദരിസീങ്ങളിലുണ്ട്, ആലിമീങ്ങളിലുണ്ട്, ഉമറാക്കളിലുണ്ട്, സാധാരണക്കാരിലുണ്ട്. എല്ലാവരും ഈ മിസ്കീന്റെ അഹ്ലുകാരുണ്ടാവും. അവരാൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ യാചിക്കൊന്നുമില്ല. അവർക്കിപ്പോൾ വീട് വെച്ച് കിട്ടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളുകളുണ്ടാവും, കടം കൊണ്ട് വലയാൻ. പക്ഷെ ഒരാളെ മുന്നിൽ പോയി യാചിക്കൂല, അഭിമാനശതം പൈന്നിട്ട് നിലകൊള്ളും. നമ്മുടെ സമൂഹത്തിൽ 80% അക്കൂട്ടരാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അഥവാ ഇപ്പോൾ ഒരാൾ, ഇപ്പൊ ഞാൻ ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ഉദാഹരണം പറയാൻ, നമ്മളൊരു 100 റുപ്യ വെച്ച് ഇങ്ങനെ കൊടുക്കാണ് ഇവിടെ. അപ്പൊ അത് വാങ്ങാൻ തയ്യാറാവൂല അയാൾ. ആരും ഇറങ്ങുന്നില്ല. മിസ്കീനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ പോലും, നമ്മുടെ പള്ളിയുടെ വാതിക്ക് ഒരാൾ നിന്നിട്ട് ഇങ്ങനെ ദാനധർമ്മം ചെയ്യാം കണ്ടാൽ പോലും അയാൾ വെക്ക് അപ്പുറത്തൂടെ അങ്ങോട്ട് പോകും. മിസ്കീൻ അങ്ങനെയാണ്. മിസ്കീന്റെ സ്വഭാവം അതാണ്. ഫക്കീർ അങ്ങനെയല്ല, നേരത്തെ സൂചിപ്പിച്ച ദരിദ്രൻ അങ്ങനെയല്ല. അവൻ അവിടെ വന്നിട്ട് നേരത്തെ അവിടെ 100 റുപ്യ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ അപ്പോഴത്തേക്കും ചെരുപ്പിടാൻ പോയാലും ചെരുപ്പിക്കാൻ നേകുന്നവർ തീർന്നിട്ടുണ്ടാവും, എന്നാലും ചോദിക്കും. അതാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. മനസ്സിലായതില്ലേ? മിസ്കീൻ അങ്ങനെയല്ല. മിസ്കീൻ ചോദിക്കില്ല, അയാളങ്ങ് ആ വഴിക്ക് പോകും. അയാളുടെ കയ്യിലോട്ട് ആരെങ്കിലും പൈസ വെച്ച് കൊടുത്താൽ കണ്ണ് രണ്ടും നിറയും, കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പും. കാരണം അയാൾക്കൊരു ജാള്യതയാണ്, വാങ്ങാതിരിക്കാനും പറ്റൂല, ആവശ്യക്കാരനാണ്. നമ്മൾ രഹസ്യമായിട്ട് കൈവച്ച് ഇങ്ങനെ കൊടുക്കാൻ, ആചാര്യ ഇത് വെച്ചോ കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അയാളെ മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് കണ്ണ് രണ്ടും നിറയും. കാരണം മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒരാൾ നോക്കുന്നില്ല, പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ്, വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസം നിൽക്കാൻ. അത് കണ്ടറിഞ്ഞിട്ട് ഇയാൾ തന്നതാകുന്ന ഒരു 500 റുപ്യാണ്, അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു 1000 റുപ്യാണ്, അത് കണ്ണ് നിറയും. അതാണ് മിസ്കീൻ. നല്ലൊരു മനുഷ്യന്റെ ലക്ഷണമാണ്. അയാൾക്ക് ആ മനസ്സിന് ഭയങ്കര റാഹത്താണ്. അയാൾക്ക് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അപ്പൊ ഫക്കീറിന് കൊടുക്കണ്ടേ? നിർബന്ധമായിട്ടും കൊടുക്കണം. യാചകന് നീ കൊടുക്കണം. ഒരു കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നല്ല കമനീയമായൊരു വണ്ടി. അന്ന് കുതിര, ഇന്നിപ്പോ ഒരു വലിയ വാഹനം, ഒരു BMW ഒരാൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയെന്ന് പറയാൻ ഒരു 500 രൂപ അന്ന് പറഞ്ഞ് യാചിച്ചാൽ പോലും ഇവിടെ വണ്ടി നോക്കിയിട്ടുണ്ട്, ഇത്രയും വലിയ കൂടിയ വണ്ടിയിലാണ് വന്നത്. എന്നിട്ട് അവൻ ഏത് വണ്ടിയിൽ വരട്ടെ, വന്ന് യാചിക്കുന്നുണ്ടോ, അമ്മ സായില ഫല തൻഹർ, യാചകനെ വിരട്ടാൻ പാടില്ല, അവനുള്ളത് കൊടുത്തേക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതേസമയത്ത് മിസ്കീനായിട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. കാരണം അഭിമാനത്തിന് ശതം വന്ന് നിൽക്കാണ്, അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടൂല. അവർക്ക് അങ്ങോട്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്താൽ അത് നമുക്ക് ദുനിയാവിലും ഗുണമാണ്, ആഖിറത്തിലും ഗുണമാണ്. റജബ് എന്ന വാക്കിലെ ജീം എന്ന് പറയുന്നത് ജൂദ്, ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മാസത്തിൽ ധർമ്മം ചെയ്യലും ഏറ്റവും അഭികാമ്യമായ മാസം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അതുകൊണ്ടല്ലേ മിസ്കീനെ കുറിച്ച് ആ ഖുർആനിൽ കൂടുതൽ സ്ഥലത്തിൽ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ويطعمون الطعام على حبه مسكينا ويتيما وأسيرا فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. അഭിമാനശതം ഭയന്ന് നിലകൊള്ളുന്നതായ പാവപ്പെട്ട മിസ്കീനിന് നൽകണേ നൽകണേ, വലിയ കൂലിയാണ് അപ്പൊ ഫഖീർ മിസ്കീന്. മൂന്നാമത്തതാണ് വനിയ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. വനിയാകാൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. മിസ്കീനാകാനാണ് എപ്പോഴും ദ്വാരക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിതിനി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവനായി മരിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ മഹ്ശറയിൽ പുനർജീവിപ്പിക്കണേ അല്ലാ. നമ്മുടെ ദുആവും അതാകണം, നമ്മുടെ ജീവിതവും അതാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളേക്ക് വലിയ സൂക്ഷിപ്പൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു പോയാൽ മതി. കാരണം എന്താ, മറ്റുള്ളതൊന്നും നമുക്ക് അങ്ങോട്ട് ഗുണപ്പെടൂല. ലോട്ടറി അടിച്ചവനൊക്കെ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്, കച്ചയടിച്ചിട്ടില്ല. ലോട്ടറി അടിച്ച ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അവന്റെ വീട്ടിൽ പിന്നെ ഇത്തിക്കാഫാണ്. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലൊന്നും അല്ല ഇത്തിക്കാഫ്, പിന്നെ അവന്റെ വീട്ടിലാണ്. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ലോട്ടറി അടിക്കുന്നവരാരെങ്കിലും മിണ്ടുന്നുണ്ടോ? അക്ഷരം മിണ്ടുന്നില്ല. അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് പോലും പറയില്ല. കാരണം പറഞ്ഞപ്പെട്ട് അവന്റെ വീട്ടിൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കും. ഉള്ള ബന്ധവും കൂടി പോവാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവൻ. ഓട്ടോ അടിക്കാൻ പ്രോത്സാഹിപ്പിക്കല്ല, മറിച്ചെന്താ അതിനുവേണ്ടി നിലകൊള്ളണ്ട. അതുകൊണ്ടൊന്നും ഒരു ബറക്കത്തില്ല. പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ അവന് ഇത് ഇന്നത് കിട്ടി, ലോട്ടറി കിട്ടി, എന്നാലും അവൻ ആ പഴയ പണിക്കേണ്ട പോവാണ്. കാരണം അതിനൊരു ഗുണമില്ല, ഒരു ഖൈറില്ല, ഒരു ബറക്കത്തില്ല. കാലാകാലം ഒരു ശാശ്വതമാകുന്ന ഒരു വരുമാനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റൂല. അത് ഖൈറല്ലാത്ത പണമായതുകൊണ്ടാണ്. ലോട്ടറി അടിക്കുന്ന ആളുകൾ, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ, അതുകൊണ്ട് യാതൊരു ഖൈറുമില്ല. ഇന്നല്ലാഹ ഹറമ റിബ, പടച്ച റബ്ബ് പരിപൂർണമായി നിഷിദ്ധമാക്കിയതാണ് പലിശ. അതുമായി ബന്ധപ്പെട്ട ജീവിതം മുസൽമാൻ യോജിച്ചതല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തികത്തിന്റെ അച്ചുതണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തഴവ എന്ന ഗ്രാമത്തിൻ്റെതാകുന്ന മിക്ക ഭാഗങ്ങളിലും സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു എന്ന് ഞാൻ തുറന്നു പറയുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. രഹസ്യമാണത്, വലിയ പരസ്യമൊന്നുമല്ല. രഹസ്യമായിട്ട് എല്ലാവരും ഇതുമായിട്ട് ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. വലിയ അപകടമാണ്. അതുകൊണ്ട് എന്തായി, സാമ്പത്തിക മേഖലയിൽ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇന്നല്ലാഹ ഹറമ റിബ, അല്ലാഹു പലിശയെ നിഷിദ്ധമാക്കിയതാണ്. ആ നിഷിദ്ധമാക്കിയ പണം നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്നതാകുന്ന ഹലാലായ സമ്പത്ത് കൂടി ഹറാമായി പോയി, ഉള്ളതുകൂടി തകർന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ശുദ്ധികലശം നടത്തേണ്ട മാസമാണിത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഖറത്തൽ ഹയാത്തി ദുനിയാ ലിനഫ്തിനഹും ഫീ.
ദുനിയാവിൽ അമ്പരചുംബികളായ മണിമേടകൾ വെച്ചുകൊണ്ട് ഉല്ലസിക്കുന്നതായ ജനങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നീട്ടരുതേ, അതിലേക്ക് പോകരുതേ. അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ സമ്പത്തും അവർക്ക് നൽകിയ ആർഭാട ജീവിതവുമൊക്കെ പരീക്ഷണമാണ്. ദുന്യവിയായ ജീവിതം തന്നെ അല്ലാഹു ആഖിറത്തിൽ ആര് കൊയ്തെടുക്കുമെന്നുള്ള പരീക്ഷണത്തിന് അല്ലാഹു നൽകിയതാണ്. വരിസുഖു റബ്ബിക ഖൈറു വഅബ്ഖാ. നിന്റെ റബ്ബ് നിനക്ക് നൽകുന്ന റിസ്ഖ്, നിന്റെ റബ്ബ് നിനക്കൊരു വീട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു വാഹനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ജീവിതത്തിന് സഖിയായി തുണയായി എല്ലാം നിനക്കും ഉയർച്ച അല്ലാഹു നിനക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും കരണീയം കേട്ടോ. ഏറ്റവും ശാശ്വതത്വം നിലകൊള്ളുന്നതും അത് തന്നെയാണ്. അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശാശ്വതത്വമുള്ളത്. അത് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താണ് ആ ശാശ്വതത്വം കിട്ടുന്നതിന് ഉപകരിക്കുന്ന അമല് തൊട്ടുടനെ പറയാ. ശ്രദ്ധിക്കേണ്ട വാക്ക്. വഅ്മുർ അഹ്ലക ബിസ്സലാ. നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ. നീ നിസ്കരിച്ചാൽ മാത്രം പോരാ, നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, അതിന്റെ മേൽ പരിപൂർണമായി ശ്രമിച്ച് നിൽക്കണേ. വഅ്മുർ, നീ കൽപ്പിക്കണം. ആരോട്? അഹ്ലക, നിന്റെ കുടുംബത്തോട്. ഒരാൾ നിസ്കാരം കണ്ട് കൽപ്പിക്കണമെങ്കിൽ ആ നിസ്കാരം അവനിൽ ഉണ്ടാവണം. അതുറപ്പല്ലേ? അതഅ്മുറൂനന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ മറന്നിട്ടാണോ നാട്ടുകാരോട് ഇത് ഓതുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു നന്മ ചെയ്യണമെങ്കിൽ ആ നന്മ ആരിൽ ഉണ്ടാവണം? നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ വാപ്പ ഗൃഹനാഥൻ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ വാപ്പ നിസ്കരിക്കുന്നവനാവണം, എങ്കിലേ കൽപ്പന വരുള്ളൂ. അതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞില്ല. കാരണം അതെന്തായാലും വേണം. സ്വന്തമായി നിസ്കാരം എന്തായാലും വേണം. നിസ്കരിച്ചാൽ മാത്രം പോരാ. നമ്മൾ പള്ളിക്കകത്തിരുന്ന് ഇഅ്തികാഫിരുന്ന് നിസ്കരിച്ചു ഖുർആൻ ഓതി വിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഞാൻ ഖത്മ് തീർത്തവനാണ്, ഞാൻ ഖുർആൻ ഓതുന്നവനാണ്, ഞാൻ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലുന്നവനാണെന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. നീ രക്ഷകർത്താവാൻ. നിന്റെ പ്രിയപ്പെട്ട മക്കളുടേതാകുന്ന രക്ഷ നിന്റെ കൈകളിലാണ്. അവർക്ക് ദുന്യവിയായ രക്ഷയും കൊടുക്കണം, നരകത്തിൽ നിന്നുള്ള മോചനപത്രവും നീ കൊടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീ നിന്റെ സ്വന്തത്തെയും കാത്തു സംരക്ഷിക്കണം, നിന്റെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണം കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നീയും നിന്റെ സ്വന്തത്തെ കാക്കണം, നിന്റെ കുടുംബത്തെയും കാക്കണം. അതിനെന്ത് വേണം? കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അഹ്ലി എന്ന് പറഞ്ഞാൽ ആദ്യ കാറ്റഗറിയിൽ പെട്ടതാരാ? ഭാര്യയാണ്. മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മിക്ക ഭർത്താക്കന്മാര് 180% സ്വന്തം ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാറില്ല. ശരിയല്ലേ? പറഞ്ഞാ പിന്നെ ചിലപ്പോ നാസ്ത കാണത്തില്ല, ചോദ്യത്തെ കടയിൽ പോയി കഴിച്ചോളാൻ പറയും. അതുകൊണ്ട് പിന്നെ മിണ്ടത്തില്ല. ആണോ? അങ്ങനെയാണോ? ചില പെണ്ണുങ്ങൾ വല്ലാത്ത കലിപ്പ്. ഭാര്യയോട് പറയാൻ പറ്റൂല, ബാക്കി ആരോടും ലോകത്ത് ഉപദേശിക്കാം, സ്വന്തം ഭാര്യയോട് ഉപദേശിക്കാൻ എല്ലാവർക്കും പ്രശ്നമാണ്. ചിലപ്പോ ഭാര്യയെ നിസ്കരിക്കാൻ വേണ്ടി മക്കളോടൊക്കെ കണ്ണുകടി കാണിക്കും. പള്ളി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഭാര്യയോടെ മൈൻഡ് ചെയ്യുന്നില്ല. അവള് സീരിയലും കണ്ടുകൊണ്ട് കാര്യം നിങ്ങൾ പോവാ ഇപ്പുറം വരെ ഹലാക്ക്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാണ്. അങ്ങനെയാണോ ഉള്ളത്? എന്നാ പിന്നെ ഏകദേശം തീരുമാനമായി. അല്ലാഹു ബർക്കത്ത് ശരിക്കുമാറാവും. ഭാര്യയോട് പറയുന്നില്ല. അഹിൽ എന്ന് പറഞ്ഞാൽ ആദ്യം സ്വന്തം ഭാര്യയാണ്. ഇയാലല്ല, അഹിൽ ഇയാൽ എന്നാണ് പറയാ. ഇയാൽ എന്ന് പറഞ്ഞാൽ മക്കൾ, കുടുംബാദികൾ, അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇയാലിൽ പെടുക. അഹിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ. ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഖുർആൻ പറയാൻ കാരണം നിന്റെ ഭാര്യ നിസ്കാരം മുടക്കിയാൽ നീ എത്ര സുജൂദ് ചെയ്താലും അല്ലാഹു നിനക്ക് നൽകാനിരിക്കുന്ന റിസ്ക് പരിപൂർണമായി തടയും. മനസ്സിലായിക്കോ? അല്ലാഹു നിനക്ക് നൽകാനിരിക്കുന്ന റിസ്ക് കിട്ടൂല.
വാപ്പ നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, ആര് നിസ്കരിക്കണം? മക്കള് നിസ്കരിക്കുന്നവരാകണം. ആരെങ്കിലും ഒരുത്തം വീട്ടിൽ നിസ്കരിക്കാതിരുന്നാൽ വീട്ടിൽ അള്ളാഹു നൽകാനിരുന്ന ബറക്കത്ത്, റിസ്ക് അള്ളാഹു ഏകിയിരുന്നു. 2024 ഒരു പുതിയ വണ്ടി നിന്റെ വീട്ടിലെത്തണം, ഒരു ഹൈക്രോസ് ഹൈബ്രിഡ് വണ്ടി നിന്റെ മുട്ടുമുറ്റത്ത് എത്തണമെന്ന് പടച്ചോൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഈ ഹയവാൻ നിസ്കരിക്കണ്ടേ? മക്കൾ മൊത്തം നിസ്കരിക്കുന്നില്ല, ഉമാരെല്ലാം മാലിൽ കിടക്കണം. എന്നാ പിന്നെ ഹൈക്രോസ് പോയിട്ടൊന്നും ഇല്ല, അപ്പാടെ ഉള്ള ഗ്യാസും കൂടെ പോകും. അള്ളാഹു മുളക്കാക്കണം. അതാണ് അവസ്ഥ. ഇപ്പൊ ഏകദേശം അങ്ങനെ ഇപ്പൊ ഉള്ളത്. അള്ളാഹു ബറക്കത്തിലാക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാരെ കൊണ്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. പള്ളി മാത്രം പഠിതാ പോരല്ലോ, പള്ളിക്കകത്ത് നിസ്കാരിക്കൂടെ വേണ്ടേ? 5 വഖത്ത് നിസ്കാരം നിർവഹിക്കാൻ ഫലസ്തീനിലെ മക്കൾക്ക്, പാവപ്പെട്ടതാകുന്ന മക്കൾ ഗസയുടെ തെരുവോരങ്ങളിൽ 70-ൽ പരം പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുകയാണ്. 1 മാസം മുമ്പാണ് അൽ മസ്ജിദുൽ കബീർ, ഗസയിലെ ഏറ്റവും വലിയ മസ്ജിദാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട പള്ളി, അതിന്റെ മിനാരങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ട് അതിൻ്റെതാകുന്ന കല്ലിന്റെ ചീലുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഫലസ്തീനി ബാലന്മാരുടെ ചിത്രങ്ങളാണ് മാധ്യമങ്ങൾ മുഴുവനും കണ്ടത്. ഒരേ സമയത്ത് തന്നെ എത്രയോ വിരോധാഭാസമാണ് നടക്കുന്നത്. ഫലസ്തീനിന്റെ മക്കൾക്ക് പള്ളിയില്ല, നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ട്, നിസ്കരിക്കാൻ ആളില്ല. എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? അവിടെ പള്ളിയുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി അവിടെ പള്ളിയില്ല, നിസ്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. നമ്മളോ പള്ളികളുണ്ട്, നിസ്കരിക്കാൻ ആളില്ല. 5 വഖത്ത് നിസ്കാരത്തിന് ആള് വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിലാണ് ഖൈർ. ജുമുഅയും ജമാഅത്തും ഒക്കെ ബാങ്ക് കൊടുക്കുമ്പോൾ അവ്വൽ വഖത്തിൽ വരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഇൻ ബിഗൈരി ദിരിൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി, തബഅ അല്ലാഹു ഫീ ഖൽബിഹി. അകാരണമായി നമസ്കാരത്തെ ഒഴിവാക്കുന്ന മുസൽമാനെ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീല് വെക്കുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സമുദായത്തിൽ എത്ര ആളുകളാണ് നമസ്കാരത്തെ ഗൗനിക്കാതെ പോകുന്നത്? എത്രയോ മുസൽമാന്മാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, നിനക്ക് എന്നെന്നും ശാശ്വതമായിട്ട് റിസ്ക് വേണം. നിന്റെ വീടിന്റെ അകത്തലങ്ങൾ നീ ഇരുന്നാൽ മതി, നിനക്ക് റിസ്കിന്റെ കവാടങ്ങൾ പറച്ചറപ്പ് തുറന്നു തരുമേ. എന്ത് വേണം? ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവ്വൽ വഖത്തിൽ നമസ്കരിക്കാൻ നീ പോകുകയും നിന്റെ സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഭാര്യയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസല. ഇവിടെയാണ് പഠിക്കേണ്ടത്. മാസമുറ. ഒരു പെണ്ണിന് മാസത്തിൽ എത്ര ദിവസം, ആഴ്ചയിൽ അവൾക്ക് ആർത്തവം ഉണ്ടാകും, അശുദ്ധിയുടെ രക്തമുണ്ടാകും എന്നുള്ളത് മുസൽമാനായ ഒരു പുരുഷൻ പഠിച്ചു വെക്കണം. മുസൽമാൻ പഠിക്കണം. കാരണം എന്തുകൊണ്ടാ? നിസ്കാരം ഉള്ളതുകൊണ്ട്. അല്ലാത്തവർ പഠിക്കണമെന്നില്ല. മുസൽമാന് പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലും. സാധാരണ രീതിയിൽ നീണ്ടുപോയാൽ 6-7 ദിവസം വരെ എത്താം. അതല്ല, അത് കുന്നയും കൂടി പോയാൽ 15 വരെ എത്താം. 15 ദിവസത്തിനപ്പുറത്തേക്ക് പോയാൽ അത് ഇസ്തിഹാലത്താണ്, ബ്ലീഡിംഗ് ആണ്, പോയി ചികിത്സിക്കണം. അപ്പോഴും നമ്മൾ അത് മറ്റേതാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി വരുന്ന മാസത്തിലുള്ളതെന്ന് പറഞ്ഞിരുന്ന പെണ്ണ് തട്ടിപ്പോകും. അള്ളാഹു ആക്കട്ടെ. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ പറയും, ഇതൊക്കെ സാധാരണ രീതിയിലുള്ള ബേസിക് അറിവാണ്. പണ്ട് മദ്രസയിൽ പഠിച്ചാണ്. അള്ളാഹ് അന്ന് പഠിച്ചൊന്നുമില്ല, അന്ന് മദ്രസേൻ്റെ അടിയും കൊണ്ട് ഇറങ്ങിപ്പോയതല്ലാതെ ഒന്നും പഠിച്ചില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്തായാലും ഇനിയെങ്കിലും നല്ല റാഹത്തായിട്ടൊന്ന് ശ്രദ്ധിക്ക്. പഠിച്ചു വെക്കേണ്ട ഒരു അറിവാണ്. 15 ദിവസത്തിൽ ഓവറായി കഴിഞ്ഞാൽ കൊണ്ടുപോയി നോക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. സാധാരണ രീതിയിൽ വരിക എന്താണ്? 6-7 ദിവസമാണ്. അപ്പൊ 6-7 ദിവസം ഇവൾക്ക് ഉണ്ടാകുന്ന മാസമുറ അത് കറക്റ്റായിട്ട് നമ്മൾ അറിയണം. ഭർത്താവ് എന്ന നിലയ്ക്ക് അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാതെ മുസല്ലയിലേക്ക് ഒരിക്കാതെ മാറിയിരിക്കാൻ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണ്ടാകും. എന്തുകൊണ്ടാ? എന്താ കാരണം? എല്ലാ മാസവും 6-7 ദിവസങ്ങൾ അവർക്ക് നിസ്കാരം പരിപൂർണമായി ഒഴിവാകുകയാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ ശിക്ഷ കിട്ടുന്നതാണ്. നിസ്കരിക്കേണ്ട, അവർക്കുള്ള ഇളവ് കൊടുത്തിരിക്കുക. ഒരു ചെറിയ രക്തം പുറപ്പെടുന്നതിന് പേരിൽ അള്ളാഹു അവർക്ക് ഇളവ് കൊടുക്കണം. എന്ന് ആലോചിക്കണം. വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സ്വതന്ത്ര ഫെമിനിസ്റ്റ്വാദികൾ വാദിക്കുന്നത് എങ്കിൽ ഒരു ചെറിയ രക്തം മാസത്തിൽ പുറപ്പെടുന്നതിന് പേരിൽ അവർക്ക് ഏറ്റവും വലിയ ഭാരമായി അവർ കണക്കാക്കുന്ന നിസ്കാരം പോലും വേണ്ട എന്ന് പരിശുദ്ധ ഇസ്ലാം പറയാൻ റുഖ്സ, ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മുടെ മതം മനസ്സിലാക്കണം. സ്ത്രീക്ക് എന്നാലും ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു അപകടമുണ്ടായി, എന്നെ തല പൊട്ടിത്തെറിച്ച്, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെ ഒന്നും സംഭവിച്ചു. ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കാൻ.
അങ്ങനെ എന്നെ തലയിൽ നിന്ന് രക്തം വാർന്നൊലിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് നിർഗളിച്ച് സുബഹിയുടെ ബാങ്ക് മുഴങ്ങുന്നു. എനിക്ക് ബോധമുണ്ട് എങ്കിൽ പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു, രക്തം എത്ര കുപ്പി വാർന്നു പോയാലും നീ നിസ്കരിക്കണം. പുരുഷനോട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൽപ്പന അതാണ്. പെണ്ണിനോട് പറയുന്നു, മാസത്തിൽ ഒരു ചെറിയ രക്തം പുറപ്പെട്ടതിന്റെ പേരിൽ പെണ്ണെ 6-7 ദിവസം നീ നിസ്കരിക്കണ്ട, നിസ്കാരം ബാത്തിലാണ്, നിസ്കരിച്ചാൽ ശിക്ഷയാണ്. അപ്പൊ ഒരാഴ്ച പൂർണ്ണമായി നിസ്കാരം ഇല്ല. സ്വാഭാവികമായി 6-7 ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാത്തത് കൊണ്ട് തന്നെ ശൈത്താനിയത്തുണ്ടാകും, പൈശാചികത ഉണ്ടാകും. സ്വാഭാവികമാണ്, നിസ്കാരം ഇല്ലല്ലോ, അശുദ്ധിയുടെ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 8ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിസ്കരിക്കാം. പിന്നെ 2 ദിവസം കൂടെ പോട്ടെ. ഇപ്പൊ നാളെ ഇപ്പൊ ബുധനാഴ്ച, വ്യാഴാഴ്ച രാത്രിക്കാരാ നല്ല ദിവസമാണ്, അന്ന് മുസല്ല ഇരിക്കാൻ. സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ ഇങ്ങനെ പിന്തിക്കും. സ്വാഭാവികമാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ഉണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഇന്ന് സാദാ സീതാ ഒരു കുളി കുളിച്ചു, എല്ലാ ദിവസവും ഡെയിലി കുളിക്കുമല്ലോ, ആ രീതിക്കുള്ളൊരു കുളി കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അശുദ്ധിയുടെ ആ രക്തം മുറിഞ്ഞത്. ഉദാഹരണം സ്ത്രീകൾക്ക്. എങ്കിൽ അവൾ വേഗം തന്നെ എന്ത് ചെയ്യണം? 2ാമത് പോയി ശുദ്ധിയുടെ കുളി കുളിക്കണം. ഇതാകുന്ന ശുദ്ധി ആയതിന്റെ പേരിൽ ഒരു കുളിയുണ്ട്, നിർബന്ധമായ കുളി. കുളിച്ചിട്ട് വേഗം തന്നെ ആദ്യത്തെ ആ വക്കത്ത് ളുഹറിന് ശേഷമാണ് ഉണ്ടായതെങ്കിൽ ആ ളുഹറിന്റെ നിസ്കാരം നിർവഹിക്കണം, നിർബന്ധമാണത്. പക്ഷെ ചെയ്യാറുണ്ടോ? ഇല്ല. ചെയ്യാറുള്ളത് തന്നെ ഏതാ? അഥവാ കുളിക്കുകയാണെങ്കിൽ കുളിച്ചിട്ട് വേഗം അസർ നിസ്കരിക്കും, കാരണം തൊട്ട് ശേഷം വരുന്ന നിസ്കരിക്കുള്ളൂ. അങ്ങനെയല്ല, ആ ളുഹർ കൂടി ബാധ്യതയിൽപ്പെട്ടതാണ്. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ആര് പറഞ്ഞു കൊടുക്കുന്നു? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ അറിയണ്ടേ? മസലകൾ അറിയണ്ടേ? ഈ സമൂഹം ആചരിക്കണ്ടേ? ഒരു കാലഘട്ടത്തിൽ ബഹുവന്യരാകുന്ന തഴവാ ഉസ്താദ് അവറുകൾ അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ, അത്തരത്തിലുള്ള മഹാരഥന്മാർ കൃത്യമായി നമുക്ക് ക്ലാസ് വെച്ച് തന്ന് പള്ളിയുടേതാകുന്ന മെമ്പറിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഒഴിവുള്ളതാകുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും നാട്ടുകാരെ വിളിച്ചിരുത്തിക്കൊണ്ട് മഹനീയമാകുന്ന ആത്മീയമായ ക്ലാസ് നൽകിയപ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള വിവരവും അറിവും ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് അറിവുകൾ കേൾക്കുന്നവർ കുറഞ്ഞുപോയി, എല്ലാം അറിയാം എന്നുള്ള ഒരു ധാരണയിലായിപ്പോയി. അതുകൊണ്ടെല്ലാം പെശകിലായിപ്പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.